നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, മയ്യനാട് കൊട്ടിയം റോഡാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊട്ടിയത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളാപ്പിൽമുക്ക് ഭാഗത്ത് കുറേ ഭാഗങ്ങൾ ഇങ്ങനെ തകർന്ന് കിടക്കുകയാണ്. അതുപോലെ തന്നെ മയ്യനാട് ആശുപത്രി കഴിഞ്ഞ് ചന്തമുക്കിലോട്ട് പോകുന്ന വഴിക്കും ഒരു ചപ്പാത്തിനായിരുന്നു പണ്ട്, അത് മൂടിയതാണ്. ആ ഭാഗത്തും ഇതുപോലെ ഒരുപാട് കുഴികൾ രൂപാന്തരപ്പെട്ട് അതിൽ വെള്ളം നിറഞ്ഞ് ചെളിവെള്ളം നിറഞ്ഞു. കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ വയ്യ. കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഈ കാൽനട യാത്ര നടന്നു പോകുമ്പോൾ ഈ ഇരുചക്ര വാഹനം വലിയ വാഹനങ്ങളൊക്കെ കുഴിയിൽ ചാടുമ്പോൾ ചെളിവെള്ളം തെറിച്ച് അവർക്ക് സ്കൂളിൽ പോകാൻ വയ്യാത്തൊരവസ്ഥ തന്നെ കുട്ടികൾക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ നിരന്തരമായിട്ട് ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ മറഞ്ഞു വീഴുന്നുണ്ടെന്നാണ് നാട്ടുകാർ നമ്മുടെ അടുത്ത് പറയുന്നത്. നിരന്തരമായിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ചാനലിൽ വിളിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വാർത്ത ഒന്ന് ഇടണം. അത്രയ്ക്കും ഗുരുതരമായ അവസ്ഥയാണ് ഈ ചപ്പാത്തിൻ്റെ ആ ഭാഗം നേരത്തെ ഉണ്ടായിരുന്ന ആശുപത്രിയുടെ പരിസര സമീപത്തുള്ള ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കണ്ടല്ലോ, കാണാൻ പറ്റും. ഓരോ വാഹനങ്ങളും പോകുന്നു, വലിയ വലിയ കുഴി, ഇതൊക്കെ ടാക്സൊക്കെ അടച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങളാണ്. അത് ശരിയാക്കി കൊടുക്കണ്ടേ? ഇങ്ങനെ ഇത്രയും മോശമായ റോഡ് ഈ മയ്യനാട് പഞ്ചായത്തിലുള്ളൂ എന്നറിയാൻ വയ്യ. എന്തായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് ഒരു നടപടി വേണം. ഈ കുഴിയടയ്ക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അത് നമുക്കൊരു പ്രതികരണം കേട്ടിട്ട് വരാം. റോഡ് വളരെ മോശമാണ്. നമ്മളൊക്കെ ടൂ വീലറിലൊക്കെ വരുമ്പോൾ മിക്ക ദിവസങ്ങളിൽ അവിടെ വീഴാൻ പോകും. ഒരുപാട് നാളുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. വളരെ പരിതാപകരമാണ്. വലിയ മഴയത്ത് എന്തെങ്കിലും അപകടം ഇവിടെ സംഭവിക്കും. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോരുത്തരും ദിവസേന മറിഞ്ഞു വീഴുന്നത്. ടൂ വീലറും കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നത്. അവിടെ നമ്മൾ ഹൈസ്കൂളിലൊക്കെയുള്ള കുട്ടികളെ ഒരുപാട് പേര് സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ മറിഞ്ഞു വീഴുന്നത്. ഈ കുഴിയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. നല്ല വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. മൊത്തം പോയി കിടക്കുക. കൂടെ അപകടം നടക്കുന്നുണ്ടല്ലേ? വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് ഇത്. നമ്മൾ ഡെയിലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ദിവസം നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്, കാണാൻ പറ്റും ഓരോ അപകടങ്ങൾ, വലിയ അപകടങ്ങൾ സംഭവിക്കാത്തത്. എത്രയും പെട്ടെന്ന് ഇത് മൂടിയേ പറ്റൂല്ലേ? അത്യാവശ്യം വലിയ വണ്ടിക്കാർ പോലും ചിലപ്പോൾ വരുമ്പോൾ അവർ കുഴി അറിയാൻ വയ്യാതെ ഒരു പെട്ടെന്ന് സ്പീഡിൽ വരുമ്പോൾ ഇവിടെ വലിയ സൗണ്ടിലൊക്കെ അപകടങ്ങൾ. ചെടി മൊത്തവും തെറിച്ച് ടൂ വീലറിൽ ഓരോരുത്തർ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിന് പോകുമ്പോൾ നടന്നു പോകുന്നത്. കുട്ടികൾ യൂണിഫോം ഇട്ടുകൊണ്ട് നടന്നു പോകും, സ്കൂളിൽ പോകും. അപ്പോൾ ഇവർ സ്പീഡിൽ അങ്ങ് പോകും. കുട്ടികളെ യൂണിഫോം നിറയെ ചെടിവെള്ളം തെറിച്ച് അവരുടെ ഒരു ആ ദയനീയാവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും.